ഇതുവരെ വന്നിരിക്കുന്ന എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ പ്രകാരം കേരളം UDF നേടും എന്നാണ് എല്ലാ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളും പുറത്തു വന്ന 8 പ്രധാനപ്പെട്ട എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളും പ്രവചിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ആക്സിസ് മൈ ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ പ്രവചിച്ചിരിക്കുന്നത്. 90 സീറ്റ് വരെ, സനീഷ് 78 മുതൽ 90 സീറ്റ് വരെ ആക്സിസ് മൈ ഇന്ത്യ പ്രവചിച്ചിരിക്കുന്നു എന്നതാണ്. അത് ഒരു പക്ഷേ മറ്റ് പല സർവേ റിപ്പോർട്ടുകളും വന്നെങ്കിലും കഴിഞ്ഞ തവണത്തെ സർവേ റിപ്പോർട്ടുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ആക്സിസ് മൈ ഇന്ത്യയുടെ പ്രവചനത്തെ വേണം നമ്മൾ കൂടുതൽ ഗൗരവത്തിലെടുക്കാനെന്ന്. അതിനകത്ത് ഹർഷ ഒരു കാര്യമുള്ളത്, ആക്സിസ് മൈ ഇന്ത്യയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രവചിച്ചിരിക്കുന്നത്. ബാക്കി എല്ലാ സർവേ ഫലങ്ങളിലും നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ UDF നേരിയ മുൻതൂക്കൊണ്ട് UDF ആണ് ഭരിക്കുക എന്ന് പറയുമ്പോഴും LDF 2-3 സീറ്റ് അപ്പുറത്തേക്ക് കടന്നാൽ വിജയിക്കാവുന്ന സാഹചര്യം കൂടെ മറ്റെല്ലാവരും അതെ. പക്ഷേ ആക്സിസ് മൈ ഇന്ത്യ കൂടുതലായിട്ട് പ്രവചിച്ചിട്ടുണ്ട്. പക്ഷേ അത് നമ്മൾ കഴിഞ്ഞ തവണത്തെ 2021 പ്രവചന ഫലങ്ങളുമായിട്ട് ചേർത്ത് നോക്കുമ്പോൾ ഒരു കൗതുകം അതിനകത്തുണ്ട്. ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യയാണ് കഴിഞ്ഞ തവണ 2021 ഏറ്റവും കൂടുതൽ സീറ്റുകൾ LDF പ്രവചിച്ചിരുന്നത്. 104 മുതൽ 120 വരെ സീറ്റുകൾ 104 മുതൽ 120 വരെ സീറ്റുകൾ LDF ലഭിച്ചേക്കാം എന്നായിരുന്നു കഴിഞ്ഞ തവണ 2021 ഈ ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ എന്ന് വെച്ചാൽ ആക്സിസ് മൈ ഇന്ത്യയുടെ പ്രവചനം എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ ബാക്കി എല്ലാവരും, അതായത് കഴിഞ്ഞ തവണ ഏതാണ്ട് എല്ലാ സർവേക്കാരും LDF തുടർ ഭരണം നേടും എന്ന് തന്നെയായിരുന്നു പ്രവചിച്ചിരുന്നത്. പക്ഷേ അവിടെ എല്ലാവരും കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഏറ്റവും കൂടുതൽ കൊടുത്ത ഈ സർവേ ഏജൻസി ഈ ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ ആയിരുന്നു. 104 മുതൽ 120 വരെ സീറ്റുകൾ LDF നേടാം എന്നാണ്. ഇപ്പോഴും ഈ സർവേയിലും അവരാണ് കൂടുതലായിട്ട് സീറ്റ് പ്രവചിച്ചിരിക്കുന്നത്. അതങ്ങോട്ട് മാറ്റിവെച്ചാൽ, അതായത് കഴിഞ്ഞ തവണ 104, 120 എന്ന് പറയുമ്പോൾ ആകെ ഉണ്ടായിരുന്ന 99 സീറ്റുകളാണ് ആക്ച്വൽ സീറ്റ്സ്. അപ്പോൾ നമ്മൾ അതിനെ ആ നിലക്ക് കൂടെ പരിശോധിച്ചാൽ മറ്റെല്ലാവരും പ്രവചിച്ചിരിക്കുന്ന നേരിയ സീറ്റുകളുടെ എണ്ണത്തിൽ ഭൂരിപക്ഷത്തിൽ UDF വന്നേക്കാം എന്ന പ്രവചനത്തിനാണ് ഒരു ശരാശരി എന്ന് വെച്ചാൽ അതാണ് ശരാശരി. കാരണം ആക്സിസ് മൈ ഇന്ത്യയുടെ കൂടി നമ്മൾ പരിശോധിക്കുമ്പോൾ അതാണ് കഴിഞ്ഞ തവണ 120, ഇത്തവണത്തെ ഈ 90 UDF 90 അനുവദിച്ചിരിക്കുന്ന സ്ഥാനത്ത് കഴിഞ്ഞ തവണ LDF 120 കൊടുത്ത ഏജൻസിയാണ് ആക്സിസ് മൈ ഇന്ത്യ. അപ്പോൾ ഒറ്റയടിക്ക് അത് നമുക്ക് എടുക്കാൻ കഴിയില്ല. കാരണം അത്രയും വ്യത്യാസം അവർ കഴിഞ്ഞ തവണയും അവരുടെ സർവേയിൽ വന്നിട്ടുണ്ട്. അവരുടെ കുറഞ്ഞതായിരുന്നു കഴിഞ്ഞ തവണ 104. അതായത് അപ്പോൾ 78 ഇവിടെ കുറഞ്ഞത് നിൽക്കുന്നത്. അതുകൊണ്ട് പൂർണ്ണമായി ഈ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളെ അങ്ങനെ മുഖവിലേക്ക് എടുക്കാൻ കഴിയും. നമുക്കിപ്പോൾ എല്ലാം കൂടെ സമഗ്രമായിട്ട് ചേർത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ്. അതായത് UDF LDF തുടർഭരണം ഉണ്ടാകില്ല എന്ന് ഏതാണ്ട് എല്ലാ സർവേ ഫലങ്ങളും പറയുന്നു. ഇതുവരെ വന്നതല്ല. UDF നേരിയ ഭൂരിപക്ഷത്തിലാണെങ്കിലും സർക്കാർ ഉണ്ടാക്കും എന്ന UDFകാർക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു പ്രവചനമാണ് എല്ലാ ഭാഗത്തു നിന്നും വരുന്നത്. പക്ഷെ അത് തന്നെ ഇവരുടെ പ്രവചനമാണല്ലോ, ആത്യന്തികമായിട്ട് അന്തിമ വിധിയല്ല. അപ്പോൾ 1-2 സീറ്റുകൾ അപ്പുറത്തേക്ക് മറിഞ്ഞാൽ വേണമെങ്കിൽ ചാടി കുതിച്ച് അപ്പുറത്ത് പോകും. ഇപ്പോൾ 68 CNN ന്യൂസ് 18 പറയുന്നത് 68 വരെ സീറ്റുകൾ പോകാമെന്നാണ്. എന്നുവെച്ചാൽ 3 സീറ്റ് കൂടിയാൽ അപ്പുറത്തേക്ക് കടന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ആ നിലക്ക് നല്ല ശക്തമായിട്ടുള്ള അതിനകത്ത് ഒരു പ്രശ്നമുണ്ട്. കാരണം UDF അധികാരത്തിൽ വരണമെങ്കിൽ ഇതിപ്പോൾ VD സതീശൻ 100 സീറ്റ് എന്നൊക്കെ പറയും. പക്ഷേ യാഥാർത്ഥ്യബോധത്തോടെ നമ്മൾ ചിന്തിച്ചാൽ UDF പരമാവധി എത്താൻ കഴിയുക ഏതാണ്ട് 80 സീറ്റുകൾ വരെയുള്ള ഒരു കണക്കിലേക്കാണ്. കാരണം എത്ര സീറ്റുകൾ അധികം നേടണമെന്നാണ്, ചില്ലറയല്ലോ സീറ്റുകൾ. കോൺഗ്രസ് തന്നെ അത്രയെങ്കിലും നേടിയാലേ അധികാരത്തിലേക്ക് എത്താൻ കഴിയൂ എന്നുള്ള സ്ഥിതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ വിചാരിക്കാൻ പറ്റില്ല. അതായത് ഈ 100 സീറ്റിനടുത്തേക്കുള്ള ഒരു കണക്കിലേക്കൊന്നും എത്തും എന്ന് നമ്മൾ കരുതേണ്ടതില്ല. അതിനപ്പുറത്ത് യാഥാർത്ഥ്യബോധത്തോടെയുള്ള കണക്കുകളൊക്കെ തന്നെയായിരിക്കും 80-85 എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. പക്ഷേ അന്തിമ ഫലം വന്നാലേ ആ കാര്യത്തിൽ നമുക്ക് ഉറപ്പിച്ച് പറയാവുന്ന ഒരു കാര്യം ഹർഷ, എനിക്ക് തോന്നുന്നു വിശദാംശങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ആസിഫിലേക്ക് പോകാം. അതിനു മുമ്പ് ഉറപ്പിച്ച് പറയാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതുകൊണ്ട് നെഞ്ചിടിപ്പ് കുറയല്ല ഉണ്ടായിരിക്കുന്നത്, കൂടുകയാണ് സംഭവിച്ചിരിക്കുന്നത്. വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ, ഞങ്ങൾക്ക് എക്സിറ്റ് പോളുകളിലല്ല വിശ്വാസം, പീപ്പിൾസ് പോളിലാണ് ഞങ്ങൾക്ക് വിശ്വാസം എന്ന് പറഞ്ഞു. അദ്ദേഹം ഇത് കണ്ടിട്ടല്ല പറഞ്ഞത്, അസം അടക്കമുള്ള മറ്റു സംസ്ഥാനങ്ങളിലെ കണക്ക് കൂടി വെച്ചിട്ടാണ്, ഈ വരുന്ന കണക്ക് കൂടി വെച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആത്യന്തികമായി കോൺഗ്രസിൻ്റെയും നെഞ്ചിടിപ്പ് കൂടിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ. അല്ലെങ്കിൽ ആ എക്സിറ്റ് പോൾ ഫലം അനുകൂലമായി വരുമ്പോൾ അതിനനുകൂലമായ കൊള്ളാം എന്നെങ്കിലും പ്രതികരിക്കണമല്ലോ. ഞാനിപ്പോൾ ഏതായാലും ആളുകളുടെ നെഞ്ചിടിപ്പ് കൂടും, UDF LDF. ഒരു കാര്യം കൂടെ പറയാം ഹർഷ, നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. അതായത് നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് മുൻകാലങ്ങളിൽ ഈ എക്സിറ്റ് പോൾ സർവേകൾ നടത്തിയിരുന്നത് നേർക്കുനേർ ആളുകൾ കണ്ടിട്ടായിരുന്നു. വോട്ട് ചെയ്തിറങ്ങിയ ആളുകളെ കണ്ടിട്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഫോൺ വിളിയാണ്. ഫോണിലൂടെ വിളിച്ച് നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്തു എന്ന് തേടിയിട്ടാണ് അഭിപ്രായം എടുക്കുന്നത്. ഒറ്റ കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് സനീഷ്, ഇത്തവണ ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് എക്സിറ്റ് പോൾ ഞാൻ ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് അറിയാൻ എന്നെ വിളിച്ചു.
ഒറ്റ കുഴപ്പമേ ഉള്ളൂ, കേരളത്തിൽ നിന്നല്ല വിളിച്ചത്, തമിഴ്നാട്ടിൽ നിന്നാണ്. അപ്പം തമിഴ്നാട്ടിൽ നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തത്? അതിൽ DMK ആണെങ്കിൽ 1 അമർത്തു, AIDMK ആണെങ്കിൽ 2 അമർത്തു, TVK ആണെങ്കിൽ 3 അമർത്തു. ഞാൻ അപ്പം തന്നെ 3 അമർത്തി കൊടുക്കുകയും ചെയ്തു. ഏതായാലും അതായത് അതിനകത്ത് ഒരു കാര്യമുള്ളത് പക്ഷേ അപ്പോഴും നമ്മൾ സർവേ ഫലങ്ങളുടെ ശാസ്ത്രീയതയെ ആ നിലയ്ക്ക് തന്നെ കാണണം എന്ന് മാത്രമല്ല ഹർഷ. അതായത് ഇത് ശരിക്കും കേരളത്തേത് മാത്രം നോക്കിയാൽ പോലും നമുക്ക് ലഭിക്കുന്ന ഒരു ചിത്രം അങ്ങേയറ്റം ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന അതേ കാര്യമാണ് ഈ സർവേ ഫലങ്ങളും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതായത് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. ഇപ്പോൾ കഴിഞ്ഞ തവണ എനിക്ക് എൻ്റെ മുന്നിൽ ഈ പറയുന്ന പ്രധാനപ്പെട്ട സംഗതികളെല്ലാം ഉണ്ട്. ഇപ്പോൾ ഇന്ത്യ ടുഡേ എല്ലാവരും ഇന്ത്യ ന്യൂസ് ITV ജൻ കി ബാത്ത് കഴിഞ്ഞ തവണ 64 മുതൽ 76 വരെ സീറ്റ് LDFന് പ്രവചിച്ചിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു ആക്സിസ് മൈ ഇന്ത്യ 104 120, മനോരമ ന്യൂസ് VMR 68 78, ന്യൂസ് 24 ടുഡേസ് ചാണക്യ 93 111, റിപ്പബ്ലിക് CNX 72 80, സുദർശൻ ന്യൂസ് 70 80, ടൈംസ് നൗ ABP സി വോട്ടർ 71 77, TV9 ഭാരത് വർഷ് പോൾ സ്റ്റാറ്റ് 70 80 എന്നിങ്ങനെ ഏതാണ്ട് എല്ലാ സർവേ ഫലങ്ങളും കഴിഞ്ഞ തവണ LDFന് ഭരണമാണ് പ്രവചിച്ചിരുന്നതെങ്കിൽ അത് തന്നെ സംഭവിച്ചു. നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുള്ളൂ, പക്ഷെ അത് തന്നെ സംഭവിച്ചു. പക്ഷേ ഇവിടെ എത്തുമ്പോൾ അങ്ങനെ ഡിസൈസീവ് ആയിട്ടുള്ള കൃത്യമായിട്ട് പറയാവുന്ന ഒരു നമ്പർ വന്നിട്ടില്ല എന്നതാണ് ഞാൻ പറഞ്ഞത്. LDFകാരുടെയും UDFകാരുടെയും നെഞ്ചിലേക്ക് കുറെ കൂടെ തീ കോരിയിടുന്ന ഒരു പരിപാടിയായി പോയി ഈ സർവേ ഫലങ്ങൾ. അതായത് സമ്പൂർണ്ണമായ ഒരു ഭരണവിരുദ്ധ വികാരത്തിന്റെ പ്രതിഫലനം എന്ന് നമുക്കിതിനെ പറയാൻ കഴിയില്ല. പക്ഷേ ഇതാണ് ഫലമെങ്കിൽ ആത്യന്തികമായി മറ്റു പല ഘടകങ്ങളും പ്രവർത്തിച്ചിട്ടുണ്ട്. ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ അടക്കമുള്ള പ്രധാനപ്പെട്ട സംഗതികൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. അതിൽ തന്നെ ടൈംസ് നൗവിൻ്റെ ഓരോ പ്രദേശങ്ങൾ തരംതിരിച്ചുള്ള സർവേ ഞാൻ കണ്ടു. അതിൽ തന്നെ ഞാൻ നോക്കിയപ്പോൾ ഏറ്റവും വലിയ വിജയം UDFന് നേടാൻ കഴിയുന്നത് നോർത്ത് കേരളയിലാണ് എന്നുള്ള കൗതുകകരമായ വിവരം കൂടി അതിലുണ്ടായിരുന്നു. അതായത് സൗത്ത് കേരള LDF ആണ് വിജയിച്ചിരിക്കുന്നത്, നോർത്ത് കേരള UDF ആണ് വിജയിച്ചിരിക്കുന്നത്.